ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യണം. ഓക്കെ, വിളക്ക് എത്തിക്കണം. അമ്മ വലുത് കയറി വലുത് കയറണം. പയ്യ അമ്മയുടെ കയറിയോ? പറഞ്ഞില്ലേ ഇപ്പൊ ഇനിയിപ്പോ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമല്ലോ അമ്മയ്ക്ക്. നമസ്കാരം. 90 വയസ്സുള്ള ഒരമ്മയുൾപ്പെടെ 4 അമ്മമാർക്കും 10 വയസ്സുകാരനായ ഒരു കുട്ടിക്കും മഴയും മഞ്ഞും വെയിലും ഏൽക്കാതെ കയറിക്കിടക്കാൻ ഒരു കൂരയൊരുങ്ങി. അതിന് നേതൃത്വം നൽകിയത് BJP കിളിവല്ലൂർ മണ്ഡല കമ്മിറ്റിയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലം ഐത്തൽ ഡിവിഷനിൽ BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് V രജനിയായിരുന്നു. വോട്ട് അഭ്യർത്ഥിച്ച് കാവങ്കൽ പ്രദേശത്തുള്ള ഈ വീട്ടിൽ ചെന്നപ്പോഴാണ് ഇവിടുത്തെ ദയനീയമായ സാഹചര്യം കണ്ടത്. ടാർപോളിൻ മൂടിയ മേൽക്കൂരയുള്ള ഒരു വീട്ടിൽ മഴ പെയ്താൽ രാത്രിയിൽ വെള്ളം വീഴാത്ത സ്ഥലം നോക്കി മാറി മാറി കിടക്കേണ്ട സാഹചര്യത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു കുടുംബം. ആ അമ്മമാർ BJPയുടെ സ്ഥാനാർത്ഥിയായ രജനിയോട് ഒരു അഭ്യർത്ഥനയാണ് മുന്നോട്ട് വെച്ചത്. മോളെ ജയിച്ചാൽ മഴ നനയാതെ കയറിക്കിടക്കാൻ ഞങ്ങൾക്ക് ഒരു കൂര ഒന്ന് മേഞ്ഞു തരുമോ എന്ന്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും ഈ വീട് കയറിക്കിടക്കാൻ പറ്റുന്ന രീതിയിൽ പുനരുദ്ധാരണം ചെയ്തു തരാമെന്ന് ഈ അമ്മമാർക്ക് അന്ന് രജനി വാക്കും കൊടുത്തു. തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും ഈ വിവരം രജനി BJPയുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പ്രതീഷിനോട് പറഞ്ഞു. തുടർന്ന് ഈ വീട്ടിലെത്തി വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഒരു വരി കട്ടയിൽ നിർമ്മിച്ച വീട് ഏതാണ്ട് ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലായിരുന്നുവെന്ന് അവർ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് വീട് മുഴുവൻ പുനരുദ്ധാരണം ചെയ്ത് നൽകാമെന്ന് തീരുമാനം വന്നത്. പ്രതീഷ് മുൻകൈയെടുത്ത് പ്രവർത്തനം ആരംഭിക്കുകയും BJP മണ്ഡലം കമ്മിറ്റിയുടെയും ഏരിയ കമ്മിറ്റിയുടെയും സഹായത്താൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും കഴിഞ്ഞു. തുടർന്ന് വീട് പൂർത്തീകരിച്ച് അമ്മമാർക്ക് താക്കോൽ നൽകി. BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് വീടിന്റെ താക്കോൽ ദാനവും നടത്തി. ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ നാട്ടുകാർക്കും അമ്മമാർക്കും സഹോദരങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഇന്ന് എനിക്കും ഒരു അഭിമാനത്തിൻ്റെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. ഇങ്ങനെ ഒരു കാർമ്മികത്വത്തിൽ ചേർന്ന് നിൽക്കാൻ പറ്റിയത് അതെനിക്ക് വലിയൊരു അഭിമാനം തന്നെയാണ്. കാരണം പറഞ്ഞ വാക്ക് പാലിച്ചു. അതായത് പിന്നെ എനിക്കത് പറ്റുമോയെന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു. എന്നാലും ഇവിടെ വന്നപ്പം ഈ അമ്മയുടെ സങ്കടം കണ്ടപ്പം മനസ്സിന് വിഷമം തോന്നി. അന്നേരം ഞാനത് പ്രതീഷിനോടാണ് ആദ്യം പറഞ്ഞത്. പ്രതീക്ഷ ഇങ്ങനെ അവിടെ ഒരു വീടുണ്ട്, അവർക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, അവർക്ക് മഴ പെയ്താൽ ഫുള്ള് വെള്ളം അവരുടെ വീട്ടിൽ വീഴും. രണ്ട് മൂന്ന് വട്ടം ഞാൻ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നു. അപ്പോൾ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞത് പ്രകാരം ഞാൻ പ്രതീഷിനോട് അറിയിച്ചു. ഇപ്പം പ്രതീഷ് പറഞ്ഞു നോക്കാൻ ചേച്ചി നമുക്ക് എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരുമായിട്ടും ഡിസ്കസ് ചെയ്ത് അത് അവരുടെ പിന്തുണയോടുകൂടിയും നമ്മുടെ ജനങ്ങളുടെയും നമ്മുടെ പ്രവർത്തകരുടെയും എല്ലാം പിന്തുണയോടുകൂടി അവർ വീടിന് കാർമ്മികത്വം വഹിക്കാൻ പറ്റിയ ഈ ഒരു അവസരത്തിൽ അതിയായ ഒരു അഭിമാനം എനിക്ക് തോന്നുന്നു. ഈ വീട്ടിൽ നിന്ന് ഗൃഹപ്രവേശം കയറുന്ന അമ്മമാർക്കെല്ലാം എല്ലാ ഭാവുകങ്ങളും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ അർപ്പിച്ചു കൊള്ളുന്നു. അതേപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും അതായത് വീടെന്ന് പറയുന്ന എല്ലാവർക്കും ഒരു സ്വപ്നമാണ്. അവിടെ സമാധാനവും സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. ആ സന്തോഷവും സമാധാനവും ഈ വീട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. ഈ വീട്ടിൽ വന്നപ്പോൾ ഈ അമ്മയെ ഇവരെ എല്ലാവരും വളരെ ദയനീയമായ സാഹചര്യത്തിലാണ് ഞാനിവിടെ കണ്ടത്. 1 or 2 പ്രാവശ്യം ഞാനിവിടെ വിസിറ്റ് ചെയ്തു. അപ്പോഴൊക്കെ അമ്മ എപ്പോഴും ഇവർക്കൊരു വിഷമോ എന്തൊക്കെ ചെയ്തിട്ടും ഈ വീട് അവർക്ക് മഴ പെയ്താൽ വെള്ളം പുറത്തു പോകത്തില്ല, ഇവരുടെ വീട്ടിൽ തന്നെയായിരുന്നു. ഇവർ മഴ ഇല്ലാത്ത സ്ഥലം നോക്കി മാറി മാറി കിടക്കുന്ന ഒരു ഇതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കും പോകുമ്പം നല്ല വിഷമം തോന്നി. അത് കണ്ടപ്പം അപ്പം എന്തെങ്കിലും എന്നോട് പറഞ്ഞു മോളെ ഞങ്ങൾക്ക് മഴ നനയാതെ കിടക്കാനായിട്ട് ഈ കൂരയൊന്ന് മേഞ്ഞു തരാൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു ജയിച്ചാലും തോറ്റാലും ഞാൻ നോക്കാം അമ്മേ, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ പോയി. പക്ഷേ പിന്നീട് ഞാൻ പ്രതീക്ഷ എന്ന് പറഞ്ഞ നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ വിളിച്ചിട്ട് പ്രതീക്ഷ ഇതുപോലെ കാവുങ്ങ സൈഡിലൊരു കുറച്ച് അമ്മമാർ താമസിക്കുന്ന വീടുണ്ട്, അവരുടെ വീട് പോയെന്ന് കാണും, വളരെ ദയനീയ അവസ്ഥയാണ് അവർക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ അവരും എല്ലാം വന്ന് നോക്കി. അങ്ങനെ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയിലെ അംഗങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ച് നമുക്കിതിന് പ്രധാനമായിട്ടും നമുക്കൊരു ചേട്ടൻ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു. അത് പിന്നെ യുദ്ധമൊക്കെ നടന്നതിൻ്റെ പേരിൽ ചേട്ടന് പറഞ്ഞ തുക നമുക്ക് തരാനായിട്ട് പറ്റിയില്ല. എന്നിരുന്നാലും പിന്നീട് നമ്മളോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ സഹപ്രവർത്തകരും നേതാക്കളും എല്ലാവരും സഹകരിച്ച് നമ്മളെ ഇവിടുത്തെ ഏരിയ പിന്നെ നമുക്ക് പൊതുജനങ്ങളുടെ സഹായം ഒരുപാട് കിട്ടി. എല്ലാവരും നമ്മളെ സഹായത്താൽ അവർക്കിപ്പോൾ ഇന്നിപ്പം മഴയും ഒന്നും നനയാതെ കയറി കിടക്കാനൊരു ഇടം കിട്ടി. ഇന്ന് അവർ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ്, ആദ്യമായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു ഇതാണ്. രജനിയുടെ ഹസ്ബൻഡിന് ഒരുപാട് ആദ്യമായിട്ട് ചെയ്യുന്നതാണ് അത്. എനിക്കും വളരെ ഇപ്പം ഇവരെ ഈ നിലയിൽ ഇവരെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് വികസനവും ജനക്ഷേമവും സേവനവും മുൻനിർത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്.
അപ്പം അത് നമുക്ക് അതായത് പ്രാവർത്തികമാക്കാൻ പറ്റി. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ എല്ലാവരും ഒപ്പം ചേർന്ന് നിന്ന് അർഹരായ കുടുംബങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. ഇത് എൻ്റെ അമ്മ, ഇത് എൻ്റെ ചേച്ചി, ഇത് ചേച്ചിയുടെ അനിയത്തി. പണ്ട് വീട് മൊത്തവും പൊളിഞ്ഞു വാരി കിടന്നത്. ഇലക്ഷൻ സമയത്ത് വന്ന് വോട്ട് ചോദിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു വീടെല്ലാം പൊളിഞ്ഞു വാരി കിടക്കുവാണ്, പിന്നെ ഒരു നിവർത്തിയില്ല, ആരുടെയും സഹായം എങ്കിൽ ഞങ്ങൾ വീട് നല്ല രീതിയിൽ വെച്ച് തരാമെന്ന് പറഞ്ഞു. എപ്പോഴും അമ്മയ്ക്ക് വിഷമം, ഏത് സമയം നോക്കിയാലും അമ്മയുടെ മുഖത്തുനിന്ന് വിഷാദം മാറത്തേയില്ല. അപ്പോഴും ഞാനിങ്ങനെ വരുമ്പോഴെല്ലാം ചോദിക്കും, അമ്മ എന്താ ചിരിക്കാത്ത, അമ്മയ്ക്ക് എന്ത് പറ്റി, എന്ത് വിഷമം? അങ്ങനെ എത്ര നാളുകൊണ്ട് ഇങ്ങനെ ഇവർ കിടക്കുന്നതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, പിന്നെ ഒരു കാര്യങ്ങളും എനിക്ക് നടക്കുന്നില്ല, അങ്ങ് പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയും. ഇപ്പൊ അമ്മയ്ക്കും സന്തോഷമല്ലേ? അമ്മയ്ക്ക് വളരെ സന്തോഷമാണ്. പറഞ്ഞില്ലേ, ഇപ്പൊ ഇനിയിപ്പോ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമല്ലോ അമ്മയ്ക്ക്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദി.